بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ, വിശിഷ്യ പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് നമ്മളെല്ലാവരും വളരെ തയ്യാറെടുപ്പിലാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തി. ഒരുപാട് കുട്ടികൾ പരാതി പറയുന്നത് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു, പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുന്നില്ല, ഭയങ്കര ടെൻഷനാണ്, ഇതൊക്കെയാണ്. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സലഫു സ്വാലിഹീങ്ങളായ മഹാപണ്ഡിതന്മാർ, അറിവിൻ്റെ വിഹായസിലേക്ക് പറന്നുയർന്ന മഹത്തുക്കൾ, അവർ പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധമായ ഖുർആന്റെ ഒരു ആയത്തും 2 സ്വലാത്തും ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിക്കും. നിങ്ങളത് ഒന്ന് കണ്ട് ആണെങ്കിൽ പോലും ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് പാരായണം ചെയ്താൽ ഒരു വലിയ മാറ്റം സംഭവിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ, എൻ്റെ എല്ലാ ഗുരുനാഥന്മാർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഖുർആന്റെ ഒരു ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഫഹംനഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ വസഖർന മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്വൈറ വകുന്നാ ഫാഇലീൻ എന്ന ആയത്ത് നിങ്ങൾ സമാധാനമായിട്ട് ഒന്ന് ഈ സ്ക്രീനിൽ കണ്ട് നല്ലവണ്ണം ഒന്ന് ഓതിയാൽ നല്ല ഓർമ്മ, നല്ല ഫഹ്മ് എന്ന് പറഞ്ഞാൽ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു അതിൻ്റെ മേൽ ആ വിഷയം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ്. ഫഫഹംനഹാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നാം എല്ലാം മനസ്സിലാക്കി കൊടുത്തു എന്നാണ്. ഒരു കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശേഷിയാണ് ഫഹ്ം എന്ന് പറഞ്ഞാൽ. ഫഫഹംനഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ, എല്ലാ തന്ത്രവും എല്ലാ ഇൽമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത കാര്യം പറയുകയാണ്. അപ്പം അത് ഓതുമ്പോൾ നമുക്ക് ചില ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയില്ല, പെട്ടെന്ന് ഒരു ഗ്രാസ്പിംഗ് പവർ ഇല്ല, ഒരു ഗ്രാഹ്യശേഷി, പെട്ടെന്ന് അക്വയർ ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ, അതൊക്കെ മാറിയിട്ട് നമ്മൾ നിരന്തരം ഈ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്താൽ നമുക്ക് നല്ല ഗ്രാഹ്യശേഷി കിട്ടുമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫഫഹംനഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ വസഖർന മഅ ദാവൂദൽ ജിബാൽ യുസബ്ബിഹ്ന വത്വൈറ വകുന്നാ ഫാഇലീൻ. ഈ ആയത്ത് സ്ക്രീനിൽ നോക്കിയിട്ട് ഒന്ന് നിരന്തരം ഒന്ന് പാരായണം ചെയ്യണം. ഫഫഹംനഹാ സുലൈമാൻ വകുല്ലൻ ആതൈനാ ഹുക്മൻ വഇൽമ വസഖർന മഅ ദാവൂദൽ ജിബാൽ യുസബ്ബിഹ്ന വത്വൈറ വകുന്നാ ഫാഇലീൻ. ഈ ആയത്ത് നിരന്തരമായി നിങ്ങളൊന്ന് ഓതാൻ അറിയില്ല എങ്കിൽ ഒരു ഉസ്താദിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അറിയുന്ന ആൾക്ക് പോയിരുന്നൊന്ന് ഓതി പഠിച്ച് ഈ ആയത്തൊന്ന് പഠിക്കണം നമ്മൾ വ്യക്തമായിട്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ വളരെ മനോഹരമായ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഓർമ്മ കിട്ടാനും ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള 2 സ്വലാത്തുകളാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഖ്രിജുനി മിൻ ളുലുമാത്തിൽ വഹ്മി വതുക്രിമുനി ബിനൂരിൽ ഫഹ്മി വതൂളിഹു ലി മാ അഷ്കല ഹത്താ യുഫ്ഹമ അന്നക അന്ത തഅലമു വലാ അഅലമു ഇന്നക അന്ത അല്ലാമുൽ ഗുയൂബ്. സ്ക്രീനിൽ ഈ ദുആ കാണുന്നുണ്ട് നിങ്ങൾ. വളരെ സമാധാനത്തോടു കൂടി ഒരു 3 വട്ടമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഖ്രിജുനി മിൻ ളുലുമാത്തിൽ വഹ്മി. വഹ്മ് ഒരു ടെൻഷന്റെ ഒരു ഇരുട്ടിൽ നിന്നും നീ എന്നെ രക്ഷപ്പെടുത്തണം. മുത്തുനബി തങ്ങളുടെ മേൽ സ്വലാത്ത് കൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. വതുക്രിമുനി ബിനൂരിൽ ഫഹ്മി, എവിടെ ഒരു ഫഹ്മിന്റെ പ്രകാശം നീ എൻ്റെ ഖൽബിൽ നിറയ്ക്കണം. ഫഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യ ശേഷി. വതൂളിഹു ലി മാ അഷ്കല ഹത്താ യുഫ്ഹമ അന്നക അന്ത തഅലമു വലാ അഅലം, എനിക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങളെല്ലാം നീ വ്യക്തമാക്കി തരണം. അല്ലേ? ഈ സ്വലാത്ത് കൊണ്ട് അന്നക അന്ത തഅലമു വലാ അഅലം, നീ അറിയുന്നവനാണ്, നിനക്കെല്ലാം അറിയാം, പക്ഷെ എനിക്ക് ഐ ഡോണ്ട് നോ, എനിക്കൊന്നും അറിയില്ല. എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യം അതാണ്. എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്, നമുക്കൊന്നും അറിയില്ല. അള്ളാഹു നമുക്ക് കുറച്ച് ഇൽമ് നമുക്ക് തന്നിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് നൽകുമാറാവട്ടെ. ഇന്നക അന്ത അല്ലാമുൽ ഗുയൂബ്, അജ്ഞാത കാര്യങ്ങൾ അദൃശ്യ കാര്യങ്ങളൊക്കെ അറിയുന്നവനെല്ലാം അള്ളാഹുവാണ്. അദൃശ്യ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അള്ളാഹുവിനറിയാം. ഈ സ്വലാത്ത് പതിവാക്കണം. വളരെ ശ്രേഷ്ഠമായ സ്വലാത്താണെന്ന് മഹത്തുക്കളായ സലഫു സ്വാലിഹീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി നൂറിൽ മുദ്ഹിബിൽ നിസ്യാനി ബിനൂരിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ അദദ മാ വസിയഹു ഇൽമുല്ലാഹ്. ഈ സ്വലാത്ത് നമ്മൾ നാരി സ്വലാത്തിന്റെ ചില ലഫ്ളുകളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ നമുക്ക് തന്നൊരു സ്വലാത്താണ്. ഈ സ്വലാത്തും വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ മറവി, പെട്ടെന്ന് നിസ്യാൻ എന്ന് പറഞ്ഞാൽ മറന്നു പോവുക. ആഫത്തുൽ ഇൽമിന്റെ ഒരു ആപത്ത് എന്നുള്ളത് നിസ്യാനാണ്, മറവിയാണ്.
അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോവുക, അത് വളരെ ബുദ്ധിമുട്ടാണ്. പരീക്ഷ ഹാൾ കയറി പേപ്പർ എടുത്തു, ഒന്നും ഓർമ്മ വരുന്നില്ല. ഈ സ്വലാത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒന്നും മറക്കൂല, എല്ലാം നല്ല ഓർമ്മയിരിക്കും. നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ കയറുമ്പോഴാണ് പെട്ടെന്ന് മറന്നു പോവുക. അറിയുന്ന കാര്യമാണെങ്കിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ടെൻഷൻ കയറിയാൽ അത് പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ടെൻഷൻ ഉണ്ടാവും. പക്ഷേ സമാധാനമായിട്ട് പരീക്ഷ എഴുതുക. എന്തായാലും തോൽവി അല്ലെങ്കിൽ ഒന്ന് വിജയമോ തോൽവിയോ രണ്ടാലൊന്നാണ് സംഭവിക്കുകയുള്ളൂ. ഇതിൻ്റെ പേരിൽ ചില കുട്ടികൾ A+ കിട്ടാത്തതിൻ്റെ പേരിൽ പോലും ചില കുഞ്ഞുങ്ങൾ കയറിൽ തൂങ്ങുന്ന കഥകൾ, വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരൊറ്റ കുട്ടികളും അങ്ങനെ ചിന്തിക്കരുത്. A+ഉം അതൊന്നുമല്ല. യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ A+ അല്ല. യഥാർത്ഥ ലൈഫ് അല്ലാഹു നമുക്ക് ഈ ദുനിയാവിൽ തന്നിരിക്കുന്ന അനുഗ്രഹീതം ഈ ജീവിതമാണ്. അതിൽ സുഖങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്, കയറ്റങ്ങളുണ്ട്, ഇറക്കങ്ങളുണ്ട്, അല്ലേ? സുഖ ദുഃഖ സമ്മിശ്രമാണ് ഈ ജീവിതം. അതിൻ്റെ ഇടയിൽ ചെറിയ 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 പരീക്ഷകളും പരീക്ഷണങ്ങളും അള്ളാഹു നമുക്ക് തരുന്നത് നമ്മളൊന്ന് ഉയരാൻ വേണ്ടിയാണ്, ഒരു ഉണർത്തുപാട്ടാവാൻ വേണ്ടിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് തീരുന്നില്ല, +2 ഉണ്ട്. +2 കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി ഉണ്ട്, അല്ലെങ്കിൽ MBBS ഡോക്ടറേറ്റ് പഠിക്കുന്നവർക്ക് ആ മേഖലയിൽ പോകാം, എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് PG ഉണ്ട്, അത് കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലോട്ട് കടന്നു പോകേണ്ടവരാണ് നമ്മൾ എല്ലാവരും. അത് നേടിയെടുക്കുക തന്നെ വേണം, അല്ലേ? നമ്മൾ ഉന്നതരാകണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടെ എല്ലാ മക്കൾക്കും പരീക്ഷകൾ അള്ളാഹു വളരെ സിമ്പിളായി എളുപ്പമാക്കി അള്ളാഹു തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് കണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ പ്രതീക്ഷിച്ചുകൊണ്ടും വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.